ഭിന്നശേഷി സംവരണ വിഷയത്തിൽ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഒരു സർക്കാർ ഉത്തരവിലൂടെ പരിഹരിക്കാവുന്ന പ്രശ്നം വീണ്ടും കോടതി കയറ്റി അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകുന്നത് ദുരുദ്ദേശപരമാണെന്ന് കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ്. ഭിന്നശേഷി സംവരണ വിഷയവുമായി ബന്ധപ്പെട്ട് അധ്യാപക നിയമന പ്രതിസന്ധിയിൽ സർക്കാർ നിലപാട് തികച്ചും വഞ്ചനാപരമാണെന്നും പറഞ്ഞു. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പുകളൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. നിരവധി അധ്യാപകരാണ് ഈ പ്രതിസന്ധിയിൽപ്പെട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് ഗിൽഡ് പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. ഈ പ്രശ്നത്തിൽ എത്രയും പെട്ടെന്ന് ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇതെല്ലാം തന്നെ പ്രതിഫലിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് തേടേണ്ടതുണ്ട്. കേരള കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡ് സംസ്ഥാന സമിതി അംഗമായ ഫാദർ ജോബി മൂലയിൽ ഇപ്പോൾ നമ്മളുടെ കൂടെ ചേരുന്നുണ്ട്. ഫാദർ, ഗുഡ് ഈവനിങ്. ഈ സർക്കാർ അധ്യാപകരുടെ കാര്യത്തിൽ, ഭിന്നശേഷി സംവരണത്തിന്റെ കാര്യത്തിൽ യാതൊരു കാര്യവും ചെയ്യുന്നില്ല. കുറെ കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും നമ്മളെ ചെറുതായിട്ടും തണുപ്പിക്കുകയും ചെയ്യുന്നു. വീണ്ടും പഴയപടി തന്നെയാണ്. തെരഞ്ഞെടുപ്പിനോട് അടുക്കുകയാണ്. ഈ സമയത്ത് ടീച്ചേഴ്സ് ഗിൽഡിന്റെ തീരുമാനങ്ങൾ എന്തെല്ലാമാണ്? വളരെ കറക്റ്റാണ്. നമ്മൾ പറയല്ലേ, ആന കൊടുത്താലും ആശ കൊടുക്കരുത്. അപ്പോൾ സർക്കാരിന് ഒരു ഒറ്റ ഉത്തരവിൽ പരിഹരിക്കാവുന്ന കാര്യം നമുക്ക് ഒരുപാട് വാക്കുകൾ തന്നായിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി തന്നെ നേരിട്ട് അതിന് മുന്നിട്ട് ഇറങ്ങി. പക്ഷെ അപ്പോൾ അതിനു മുമ്പ് നമ്മളോട് എപ്പോഴും പറഞ്ഞിരുന്നത്, നിങ്ങൾ കേസ് കൊടുക്കാറുണ്ട്. കേസ് കൊടുക്കുന്നത് ഇത് ഒന്ന് വൈകിപ്പിക്കാനുള്ള ഒരു തന്ത്രമായിട്ട് കരുതി നമ്മളതിന് പോയില്ല. പക്ഷെ സർക്കാർ തന്നെ ഇപ്പോൾ ഒരു കേസിനൊക്കെ അങ്ങ് പോയി, കേസിൽ പങ്കുചേർന്നു. അതങ്ങനെ ഒന്ന് വൈകിപ്പിക്കാനുള്ള അത് നീണ്ടുപോകുന്നു. ഭിന്നശേഷി നിയമനങ്ങൾ അത് ജില്ലാ സമിതിക്ക് വിട്ടുകൊടുത്ത് കുറച്ച് സ്പീഡപ്പ് ആക്കുന്ന പോലെ കാണിച്ചു. പക്ഷെ അതും ഇപ്പോൾ മുടങ്ങി. ഫലത്തിൽ എല്ലാം മുടങ്ങി. നമ്മൾ ഈ മംഗളവാർത്തക്കാലത്തൊരു നല്ല വാർത്ത വരും, ഇലക്ഷന് മുമ്പ് നല്ല വാർത്ത വരും, അങ്ങനെ ഒരു വാക്ക് വിദ്യാഭ്യാസ മന്ത്രി തന്നെ തന്നാണ്. ഞങ്ങളുടെ ഈ പരിഹാരങ്ങൾ ഉണ്ട്, ഏറ്റവും ഉചിതമായി ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പരിഹാരവും വന്നില്ല. അത് അകാരണമായി നീണ്ടുപോകുന്നതാണ് തന്നെയാണ്. എൻ്റെ ഒരു ചെറിയ ഒരു സംശയം, ഈ ഇലക്ഷൻ ആയിട്ടും നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത്, നമ്മൾ വോട്ട് ചെയ്തില്ലേലും കുഴപ്പമില്ല എന്നൊരു നിലപാടുണ്ടോ എന്ന് സംശയമുണ്ട്. ഞങ്ങൾക്ക് ജയിക്കാൻ വേറെ മാർഗമുണ്ട്. ഏതായാലും ഈ കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡോ അധ്യാപകരെ നമ്മൾ ഒരുപാട് നേരിട്ട് കാണുന്നതല്ലേ, അധ്യാപകർ വലിയ പ്രതിഷേധത്തിലാണ്. അത് സർക്കാർ അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഗൗരവമായ പ്രത്യാഘാതങ്ങൾ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുതൽ ഉണ്ടാകും. തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുമെന്ന് പറയുമ്പോഴും എങ്ങനെയാണ് അത് പ്രാക്ടിക്കൽ ആവുന്നത്? അധ്യാപകർ എങ്ങനെ ഈ സർക്കാരിന്റെ കൂടെ നിൽക്കും? ഒരു കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ വിദ്യാഭ്യാസ മേഖലയും എയ്ഡഡ് മേഖലയും വലിയ പ്രതിസന്ധിയാണ്. വിദ്യാഭ്യാസ മന്ത്രി ഇങ്ങനെ ഫേസ്ബുക്കിലും അല്ലാതെയും വന്ന് പൊതുവിദ്യാഭ്യാസ മേഖല സൂപ്പറാന്ന് പ്രശംസിക്കും, സ്വയം പ്രശംസിക്കും, ആത്മപ്രശംസ നടത്തുമ്പോൾ അതിന്റെ ഒരു മേജർ സംഭാവന ഈ എയ്ഡഡ് സെക്ടറിന്റെയാണ്. പക്ഷെ എയ്ഡഡ് സെക്ടറിന് ഒരു മൂല്യം കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. വാക്കുകളെ വിശ്വസിക്കാൻ ഇനിയും നമുക്ക് പ്രയാസമാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പെങ്കിലും ഇതുണ്ടാകും, ഉടൻ നടപടികൾ ഉണ്ടാകും എന്ന രീതിയിൽ തോന്നിപ്പിച്ചിട്ട് അത് പിന്നെ അങ്ങ് വൈകിക്കാന്ന് പറഞ്ഞാൽ നിയമസഭയുടെ കാലാവധി തീരുകയാണ്. ഈ സർക്കാരിന്റെ കാലത്ത് ഇത് ഉണ്ടാകില്ല എന്നുള്ളത് ഏകദേശം തീരുമാനമായപ്പോൾ ഈ സർക്കാരിനെ പിന്നെ എന്തിന് നമ്മൾ സപ്പോർട്ട് ചെയ്യണം എന്നൊരു വലിയ ചോദ്യം അധ്യാപകർ ചോദിക്കുന്നുണ്ട്. പിന്നെ സമരങ്ങളോടും സർക്കാരിന് വലിയ വിപ്രതിപത്തിയാണല്ലോ. ആശാ സമരത്തെ മൈൻഡ് ചെയ്തില്ല, നമ്മുടെ സമരത്തെ മൈൻഡ് ചെയ്തില്ല, മൈൻഡ് ചെയ്യുന്നു തോന്നിച്ചു. അപ്പൊ ചിലര് വോട്ട് ചെയ്തില്ലേലും കുഴപ്പമില്ല എന്നൊക്കെ അവർക്ക് ചിന്തയുണ്ടെങ്കിൽ നമ്മൾ വോട്ട് ചെയ്യുന്നില്ല. അധ്യാപകരതാ പറയുന്നത്. അധ്യാപകരെ അല്ലേ, കടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ ആത്മഹത്യ അല്ലെങ്കിൽ കടുത്ത സമരം. ഗവൺമെന്റ് ഡോക്ടർമാര് ചിലപ്പോൾ ഒന്നടങ്കം പണി മുടക്കി സമരം. ഇതിലേക്കൊന്നും അധ്യാപകര് പോകാത്തത്. അധ്യാപകര് എലൈറ്റ് ഗ്രൂപ്പ് മാന്യമായ ഒരു സമൂഹമാണ്. പിന്നെ നമ്മൾ മാനേജ്മെന്റുകളൊക്കെ അതിലേക്ക് പോകാതെ ശ്രദ്ധിക്കുന്നുണ്ടോ? പക്ഷെ നിവൃത്തി കെട്ട് നമ്മൾ പഴയ ഒരു നമ്പറാണ് ഈ 16,000 എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഈ വർഷത്തോട് കണക്കാക്കിയാൽ ഒരു 25,000 അധ്യാപകരുടെ പ്രതിസന്ധിയാണ്. അത് എത്ര കുടുംബങ്ങളാണ്? ഇവർക്ക് ജീവിക്കാൻ മാർഗം വേണ്ടേ? അത് സർക്കാരല്ലേ മൈൻഡ് ചെയ്യേണ്ടത്? തൊഴിലാളി ക്ഷേമ സർക്കാരാണൊക്കെ ഇവർ പറയുന്നു. ഈ വിദ്യാഭ്യാസ മന്ത്രി തൊഴിൽ മന്ത്രിയുമാണ്. സർക്കാർ തൊഴിൽ ദാതാവും, തൊഴിലാളികളാണ് ഒരു തരത്തിൽ അധ്യാപകർ. അവർക്ക് നമ്മൾ പച്ചയ്ക്ക് പറഞ്ഞാൽ ഒരു അതിഥി തൊഴിലാളിക്ക് കിട്ടുന്ന ഒരു ദിവസ വേതനം മാത്രമാക്കി അവരെ ഒതുക്കിയിട്ട് ഇത് ഇങ്ങനെ മതിയോ? അങ്ങനെ മതിയോ സർക്കാർ? എല്ലാരും ചോദിക്കുന്നുണ്ട്. അതായത് ഈ സർക്കാരിനെ ഇനിയും വിശ്വസിക്കാനായിട്ട് അധ്യാപകർ തയ്യാറല്ലെന്നാണ് അതിന്റെ അർത്ഥം. അധ്യാപകരുടെ പ്രതീക്ഷ അറ്റു എന്ന് തന്നെ പറയാം.
കാരണം ഇതുവരെ ഈ ലോക്കൽ ബോഡി ഇലക്ഷന് മുമ്പ് ഒരു ഒറ്റ ഉത്തരവ് തീരുന്ന കാര്യമേ ഉള്ളെന്ന്. ഇവരെന്തിനാണ് കോടതിയിൽ പോയത്? ഈ NSSന് കൊടുത്തു, സാമൂഹിക നീതിയാണ്, മറ്റ് മാനേജ്മെന്റുകൾക്ക് ഇത് ബാധകമാക്കണം. ബാധകമാക്കിയാൽ ഒരു കോടതി ഇതിനെതിരെ പറയുകയില്ല. പിന്നെ എന്തിനാണ് ഇവര് കോടതിയെ സമീപിക്കുന്നത്? എന്ത് നിയമം പറഞ്ഞ് കോടതി ഇതിനെതിരെ നിൽക്കത്തില്ല. എല്ലാവർക്കും ബാധകമാക്കാം. ഒന്നുകിൽ ഇവരുടെ പൈസ ഇല്ല, കൊടുക്കാൻ ശമ്പളം കൊടുക്കാൻ നിവൃത്തിയില്ല, അതുപോലെ ഇത് മുഴുവൻ തീർത്തു വെച്ചിരിക്കുകയാണ്. അതിന് മറ്റു മാർഗങ്ങൾ പറഞ്ഞ് ഇത് വൈകിപ്പിക്കുന്നു. അപ്പോൾ അത് ചതിയല്ലേ? അത് പച്ച മലയാളത്തിൽ പറഞ്ഞ അധ്യാപകരോട് കാണിക്കുന്ന വഞ്ചനയാണ്. ഇതിപ്പം ഈ വർഷത്തെ മാത്രം പ്രശ്നമല്ലല്ലോ, 4 വർഷങ്ങൾ കഴിഞ്ഞില്ലേ? ഈ ഭിന്നശേഷി എന്ന വിഷയം സുപ്രീം കോടതി പറഞ്ഞത് സർക്കാരിന് ഒരു വലിയ അവസരമായിട്ട് മാറി ശമ്പളം കൊടുക്കാതിരിക്കാൻ. ഈ അധ്വാനിക്കുന്നവർക്ക് കൂലി കൊടുക്കണ്ടേ? അത് അവരുടെ അവകാശമല്ലേ? ഇവരാരും ഔദാര്യമായിട്ട് കൊടുക്കുന്നതല്ലല്ലോ. അതില്ലാത്തത് ഒരാളുടെ അവകാശം നിഷേധിക്കുന്ന, സാമൂഹിക നീതി നിഷേധിക്കുന്ന ഒരു സർക്കാരാണ് ഇത് പറയുന്നത്. ഈ അവസരത്തിൽ ഒരു മടിയും ഞാൻ വിചാരിക്കുന്നില്ല. അധ്യാപകർക്ക് വേണ്ടി എനിക്ക് സംസാരിക്കാൻ തരമില്ല. കാരണം പലപ്പോഴും ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ പലപ്പോഴും തിരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കും അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പുകളിൽ കാണും എന്നൊക്കെ പറയാറുണ്ടെങ്കിൽ പോലും തിരഞ്ഞെടുപ്പുകളിലൊന്നും പലപ്പോഴും അത് പ്രതിഫലിപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിയാറില്ല എന്ന സത്യം നമ്മൾ മറച്ചു വെക്കുന്നില്ല. പക്ഷേ ഈ അധ്യാപകരുടെ കാര്യത്തിലെങ്കിലും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ അത് പ്രതിഫലിക്കുമോ? എന്താണ് അച്ഛന് തോന്നുന്നത്? ഉറപ്പായിട്ട് പ്രതിഫലിക്കും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം ഇലക്ഷൻ അവർക്ക് സോഷ്യൽ മാനേജ്മെന്റിന് കഴിവുണ്ട്, അല്ലെങ്കിൽ ആൾക്കാരെ കൂടെ നിർത്താൻ കഴിവുണ്ട് എന്നൊക്കെയുള്ളത് ധാരണ ഈ പ്രാവശ്യം പൊളിയും. ഈ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, CPM അധ്യാപകർ, CPM അനുഭാവ സംഘടനയിലുള്ള അധ്യാപകർ, കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽപ്പെട്ട അധ്യാപകർ വോട്ട് ചെയ്യല, അവരുടെ കുടുംബങ്ങൾ വോട്ട് ചെയ്യല, അവരുടെ ബന്ധുക്കൾ വോട്ട് ചെയ്യല, ഈ LDF വോട്ട് ചെയ്യല. ഞാൻ ഇച്ചിരി രാഷ്ട്രീയം പറയുന്നതല്ല. കാരണം അപ്പം ഇവര് കിട്ടിക്കോളും, നമ്മളും കൊടുത്തോളും, കുറെ പൊള്ള വാഗ്ദാനം തന്നാൽ. ഇപ്പോൾ 17-ാം തീയതിയോ മറ്റോ KCBC ഈ മാനേജ്മെന്റ് ഡെലിഗേറ്റ്സിനെ വിളിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ മന്ത്രി. ഇത് എന്ത് ചർച്ചയാണ്? ഇന്നാളെ ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്ത് കാര്യം ചർച്ച ചെയ്യാനാണ് ഞങ്ങൾ വരുന്നത്? നിങ്ങൾക്ക് നടപ്പാക്കി തന്നാൽ മതി. നിങ്ങൾ പറഞ്ഞ എല്ലാം ചെയ്തു, കോടതി പറഞ്ഞ എല്ലാം ചെയ്തു, എല്ലാ പോസ്റ്റും മാറ്റിവെച്ചു, ഒറ്റ ഉത്തരവും കിട്ടാൻ മതി. ഇനി ചർച്ച ചെയ്യാൻ നമുക്ക് എന്തിനും ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ഓരോ ദിവസവും ഓരോ ഓർഡർ ഇടുന്നതല്ലാതെ നമുക്ക് അനുകൂലമായ ഒരു ഓർഡറും വരുന്നില്ല. വോട്ട് അല്ലെങ്കിൽ അവർ തുറന്നു പറയട്ടെ, അധ്യാപകരുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, അധ്യാപകരുടെ കുടുംബങ്ങളുടെ വോട്ട് വേണ്ട, എയ്ഡഡ് സെക്ടർ അധ്യാപകരുടെ ആരുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, അല്ലാതെ ജയിക്കാൻ ഞങ്ങൾക്ക് അറിയാം. അങ്ങനെ ഒരു ഓവർ കോൺഫിഡൻസ് ഈ സർക്കാരിനുണ്ട്. അത് നമ്മൾ തകർക്കാൻ തന്നെയാണ് നമ്മുടെ ശ്രമം. എന്ന് പറഞ്ഞാൽ അത് എളിമയോടെ പറയുന്നില്ല, അഹങ്കാരത്തോടെ പറയുന്നില്ല. കാരണം അധ്യാപകർ നിവൃത്തികളിലാണ്. അത് തീവ്രമായിട്ട് ഈ മാധ്യമങ്ങളും സമൂഹവും രാഷ്ട്രീയക്കാരും ഒക്കെ ഏറ്റെടുക്കേണ്ടതാണ്. ഈ പ്രകടന പത്രികയിലും ഒന്നും ഈ ഒരു രാഷ്ട്രീയക്കാരും ഇത് നടപ്പാക്കി തരാമെന്ന് പറഞ്ഞില്ലല്ലോ. നമ്മളോട് ചില പാർട്ടികൾ ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ തരാം എന്ന് വാക്കാൽ പറഞ്ഞതല്ലാതെ ആരും ചെയ്യുന്നില്ലല്ലോ. അപ്പം ഇത് കരയിന് കുഞ്ഞിനെ പാലുള്ളെന്ന് പറയും. നമ്മൾ കരയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി, ആരും ശ്രദ്ധിക്കുന്നില്ല. ഇത് അവഗണിക്കപ്പെട്ട നിലവിളിയാണ്. അതിനെതിരെ രോഷം ഉണ്ടാകും. സർക്കാരിനെ നമ്മൾ പാഠം പഠിപ്പിക്കും. അതെ, തീർച്ചയായും. ഇപ്പൊ നാട്ടിൻപുറത്ത് ഒരു ചൊല്ലുണ്ട്, നിവർത്തിയില്ലെങ്കിൽ നീതിമാൻ എന്ത് ചെയ്യുമെന്ന്. ആ അവസ്ഥയിലാണ് ഇപ്പോ അധ്യാപകർ എല്ലാവരും തന്നെ. എന്താ ചെയ്യുക എന്ന് അറിയില്ല. എന്തായാലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന് പറയുന്നത് ചില ആളുകളുടെയെങ്കിലും കണ്ണ് തുറക്കാൻ കഴിയണം, എങ്കിൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുകയുള്ളൂ. എന്തായാലും വ്യക്തമായി പറഞ്ഞു തന്ന അച്ഛാ ഒരുപാട് നന്ദി. താങ്ക് യു. ഓക്കെ അച്ഛാ, വീണ്ടും നമുക്ക് കാണാം.